ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ഹെന്ന പൗഡറോ നീലയമരിയോ ഒന്നുമില്ലാതെ തന്നെ നല്ല ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയാലോ. അതും ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, വെറും നമ്മളുടെ അടുക്കളയിലുള്ള രണ്ടേ ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഒരു നാച്ചുറൽ ഹെയർ ഡൈ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഉറപ്പായിട്ടും 100% റിസൾട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുടി നരച്ച് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ കെമിക്കലൊക്കെ ചേർന്ന ഹെയർ ഡൈ ഒന്നും മേടിച്ച് ഉപയോഗിക്കരുത്. അത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ ഇത് 100% നാച്ചുറലാണ്. ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ മുടി പൂർണ്ണമായും കറുപ്പിക്കാൻ ഈ ഡൈക്ക് സാധിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ 2 ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു സൂപ്പർ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അപ്പോൾ നമ്മളൊരു ഇരുമ്പിൻ്റെ പാത്രം വെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ചട്ടിയോ എന്തെങ്കിലും എടുക്കുക. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ എന്ന് പറയുന്നത് വളരെ നമ്മളുടെ മുടിക്ക് നല്ല രീതിയിൽ ഗുണമുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ. ഇത് പല രീതിയിൽ നമുക്ക് ഈ ഉലുവ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ ഉലുവയുടെ പല റെസിപ്പീസ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് കാണുക. അതിനുശേഷം നമ്മൾ കരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. കരിഞ്ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ ആ ഇരുമ്പിൻ്റെ സത്തൊക്കെ നമ്മളുടെ ഈ ഡൈയിലും കൂടി വരുന്നതാണ്. അതല്ല, നോർമൽ പാത്രമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്കിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരിഞ്ജീരകം എന്ന് പറയുന്നത് നമ്മുടെ മുടി കറുപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾ ഈ ഒന്നും വേണ്ട, ഈ ഉലുവയും കരിഞ്ജീരകവും മാത്രം മേടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കെമിക്കലുകളൊക്കെ ഇപ്പോൾ ഈ ഹെന്നയിൽ തന്നെ നമ്മൾ ഹെന്ന ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു മൈലാഞ്ചി എടുത്ത് അത് പൊടിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ഈ മേടിക്കുന്ന ഹെന്ന പൗഡറിൻ്റെ അത്ര ഒരു കളറ് കിട്ടില്ല. കാരണം നാച്ചുറലായിട്ട് മെഹന്തിക്ക് വലിയ കളറൊന്നുമില്ല, വലിയ കളറായിട്ട് കിട്ടില്ല. പക്ഷേ നമ്മൾ മേടിക്കുന്ന ഹെന്നയിലും ഒരുപാട് കെമിക്കൽസ് ഒക്കെ ചേർന്നിട്ടാണ് ഈ ഹെന്ന പൗഡർ വരുന്നത് തന്നെ. പക്ഷേ നമുക്ക് 100% നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ചിലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു ഹെയർ ഡൈ, ഒരു ദോഷവുമില്ലാത്തൊരു ഹെയർ ഡൈ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഉലുവയും കരിഞ്ജീരകവും നല്ല രീതിയിൽ ഞാൻ നല്ല കരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാം. അതിൽ തന്നെ ഇരുന്ന് കുറച്ചും കൂടി ഒന്ന് ഒരു കൂടുതൽ ബ്ലാക്ക് കളറിലേക്ക് വന്നുകൊള്ളും. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് നമുക്ക് വെക്കാം. തണുത്തതിന് ശേഷം മാത്രം ഈ പാത്രത്തിൽ നിന്ന് എടുത്താൽ മതി. അതുവരെ ഈ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ. അപ്പം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പം തണുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മളുടെ ഉലുവായും കരിഞ്ജീരകവുമാണ് നല്ല രീതിയിൽ ഞാൻ കരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫൈൻ പൗഡറാക്കി നമുക്ക് പൊടിച്ചെടുക്കണം. ഒറ്റ യൂസിൽ തന്നെ 100% റിസൾട്ട് കിട്ടുന്ന ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം അറിയാനായിട്ട് പറ്റും. അപ്പം മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് ഫൈൻ പേസ്റ്റാക്കി പൊടിച്ചെടുക്കുക. നിങ്ങളിത് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും ഇതിങ്ങനെ പൊടിക്കേണ്ട കാര്യമില്ല. ഒറ്റ പ്രാവശ്യം തന്നെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വേണ്ട അളവിൽ മാത്രം എടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് ഇങ്ങനെ ഹെയർ ഡൈ നമുക്ക് കുറേശ്ശെ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മിക്സിയിൽ പൊടിക്കുന്ന ടൈമിൽ നല്ല ഫൈൻ പൗഡറാക്കി തന്നെ പൊടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഥവാ നിങ്ങളുടെ മിക്സിയിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അരിച്ച് എടുത്താൽ മതിയാകും. ഇങ്ങനെ ഒന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫൈൻ പൗഡർ തന്നെ കിട്ടും. ബാക്കിയുള്ളത് സൂക്ഷിച്ച് വെക്കാം. പിന്നീട് ഉപയോഗിക്കുന്ന ടൈമിൽ നമുക്കത് ഒന്നും കൂടി പൊടിക്കാവുന്നതാണ്. അപ്പം എൻ്റെ നല്ല ഫൈൻ പൗഡറാക്കി തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു 2 സ്പൂൺ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മളുടെ ഹെയർ ഡൈ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. കുറച്ചെടുത്താൽ മതിയാകും. നിങ്ങൾക്ക് ഒരുപാട് നരയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുത്തോളൂ. പക്ഷേ കുറച്ച് നരയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ തന്നെ നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ കറക്കുകയും ചെയ്യും. കുറച്ച് മതിയാകും നമ്മളുടെ മുടി പെട്ടെന്ന് കറക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ ഇപ്പം തന്നെ നല്ല കറുപ്പായിട്ടുണ്ട്. ആ പാത്രം തന്നെ കണ്ടാലറിയാം നല്ല കറുപ്പായിട്ട് വരുന്നുണ്ട്. നമ്മൾ പൊടി എടുക്കുമ്പോൾ എണ്ണ ഒരുപാട് ഒഴിക്കരുത്. നമ്മൾ ശ്രദ്ധിച്ച് വേണം, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണം എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടായി കഴിഞ്ഞാൽ തലയിൽ നിന്നും ഒലിക്കാൻ തുടങ്ങും. അപ്പോൾ ഒന്ന് ഈ ഒരു പരുവം കറക്റ്റാണ് കേട്ടോ. ഇത് മുടിയിൽ കറക്റ്റായിട്ട് ഇരുന്നുകൊള്ളും. പക്ഷേ എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മളിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ഈ ഡൈ വെച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കും. അപ്പോഴാണ് അതിൻ്റെ 100% അതിൻ്റെ ആ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചെറുതീയിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം നല്ല ചൂടായതിന് ശേഷം ഒരു പാത്രത്തിൽ ഈ ഡൈ എടുത്തിട്ട് ഇതിങ്ങനെ ഡബിൾ ബോയിലിങ്ങിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് ഒരു മിനിറ്റ് നേരം, ഒരു 30 സെക്കൻഡോ 1 മിനിറ്റ് നേരമോ നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോഴൊന്നുകൂടി ഒന്ന് കുറുകി വരുന്നതാണ്. ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. മാക്സിമം വന്നാൽ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ്, അതിൽ കൂടുതൽ നിങ്ങൾ ചൂടുവെള്ളത്തിൽ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരും. ഇത് ഒരുപാടങ്ങ് കുറുകില്ല. നമ്മൾ എണ്ണ ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുക. അപ്പോൾ അതാ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിന് ശേഷം നിങ്ങളുടെ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്നതിൽ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് അരിച്ചോളൂ. അതല്ല പൊടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല കറുപ്പായിട്ട് കിട്ടും കേട്ടോ. മുടിയൊക്കെ ഒറ്റ യൂസിൽ തന്നെ നല്ല കറുപ്പായിട്ട് കിട്ടാൻ പറ്റുന്ന നല്ല ഒരു ഹെയർ ഡൈ ആണ്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടിയാണ്. കെമിക്കലുകൾ ചേർന്ന ഹെയർ ഡൈ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുകയും അതുപോലെ തന്നെ ക്യാൻസർ വരെയുള്ള മാരക രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും. മുടി കൊഴിച്ചിലും നമ്മൾ ഈ കെമിക്കൽ ചേർന്ന ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ 100% നാച്ചുറലായിട്ടുള്ള ഈ ഹെയർ ഡൈ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടിയിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.